കുടിക്കാൻ പൈപ്പിലും വെള്ളമില്ല, കുറെ കെറ്റിലും വെള്ളമില്ല. ഞാനൊരു അന്യഗ്രഹ ജീവിയായിട്ടുള്ള കമ്മ്യൂണിക്കേഷനുള്ള ലേഡിയാണ്. ഞാനൊരു അന്യഗ്രഹ ജീവിയായിട്ടുള്ള കമ്മ്യൂണിക്കേഷനുള്ള ലേഡിയാണ്. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്നും പറഞ്ഞു ചിരിക്കാനായിട്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ അന്യഗ്രഹ ജീവി എന്ന് പറയുന്നത് ചൊവ്വയിലുണ്ടാവും, അല്ലെങ്കിൽ വ്യാഴത്തിലുണ്ടാവും, ബുധൻ, ശുക്രൻ, അതിനെല്ലാം ഉണ്ടാവും. അയക്കെന്തറ പ്രാന്താണ്. അയ്യോ പൊന്നു മോനെ, പ്രാന്ത് എന്ന് പറഞ്ഞ ഈ സൂക്കറിനെ കുറച്ച് കാണരുത്, ഇത് അതുക്കും മേലെ. അപ്പൊ അവരുടെ അമ്മയ്ക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ? കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചുരുങ്ങിയ ആലപ്പുഴ ഇല്ലേ, രമാദേവി ഇല്ലെങ്കിൽ ഞാൻ ചിരിച്ചു പോയനെ. ഇങ്ങനെയെന്ന് പറയുന്നല്ല. വിസ്ത വലുതാകും, നമ്മുടെ ബോധം വലുതാകുക, യൂണിവേഴ്സൽ കോൺഷ്യസ്. ദാസപ്പോ എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ. എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്ന് നോക്കിക്കേ. ഇങ്ങനെയെന്ന് പറയുന്നല്ല. വിസ്ത വലുതാകും, നമ്മുടെ ബോധം വലുതാകുക, യൂണിവേഴ്സൽ കോൺഷ്യസ്. ചേട്ടാ ചേട്ടാ കാട്ടോർമ്മ ചേട്ടാ, എന്തോ കുഴപ്പമുണ്ടല്ലോ. ിലേക്ക് വരിക. പിന്നെ നിനക്ക് എങ്ങനെ കമ്മ്യൂണിക്കേഷൻ കിട്ടുന്ന ഒരു യൂസർ കോഡ് തന്നിട്ടുണ്ട്. റിയലി ആളിനെ നമുക്ക് മനസ്സിലായി. സ്പീക്കിംഗ്. അപ്പൊ യൂസർ കോഡ് അടിക്കുമ്പോഴത്തേക്ക് ഇതേ കൂടെ കയറും, അതാണ് സംഭവം. യൂസർ കോഡ് അദ്ദേഹം എനിക്ക് മാത്രമേ അദ്ദേഹത്തിനെ കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു 3 നേരം ഇത് കൊടുത്തേ. ഭൂമിയിൽ ഇപ്പോൾ അത് നമ്മളിപ്പോ മലയാളത്തിൽ പറയാം. നമ്മൾ ഇനീഷ്യേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കൊരു ദീക്ഷ തരും. അമ്മ ഞാൻ ചോദിക്കുന്നത്, ഈ യൂസർ കോഡ് അടിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ആയി മാറും. യൂസർ വട്ടാണല്ലേ. എന്നോട് ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കുന്നു, അതെന്താ? കോഡ് അടിക്കേണ്ട, മനസ്സിൽ സ്മരിച്ചാൽ മതി. യൂസർ കോഡ് റിട്ടേൺ അല്ല. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ യോഗി ഉള്ളിലുണ്ടോ? അമ്മേ ഇത് ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുമോ? പറ്റില്ല, അതാണ് ചോദിക്കുന്നത്. ദൈവം തീരുമാനിക്കുന്നത് പോലെ എനിക്ക് തീരുമാനിക്കാനുള്ള പവർ ഉണ്ട്. അപ്പൊ നിങ്ങളെ മുഖം തന്നെ കംപ്ലീറ്റ് ബ്രൈറ്റ് ആവാൻ ഞാൻ പറഞ്ഞു. ഇതിപ്പം ബ്രൈറ്റ് ആവും, എനിക്ക് ചൊറിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. കംപ്ലീറ്റ് ആവും. നിങ്ങളെ മുഖം ഇപ്പം അങ്ങനെ നല്ല മാറി കേട്ടാ. ഞാൻ പറഞ്ഞ ബ്രൈറ്റ്നെസ് വെളിച്ചത് നല്ല വന്ന് ഒത്തിരി വെളുത്ത ചെവന്ന് വന്നിരിക്കണം. എടാ നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? ശരിക്കും മണ്ടനാണ് സാർ. അത് എന്താന്ന് വെച്ചാലേ നിങ്ങളെ മനസ്സ് ക്ലിയർ ആണെന്നുള്ള സത്യമാണ് അവിടെ വരുന്നത്. ഒരൊലക്ക കിട്ടുമോ? ഒലക്കയോ? ഒലക്ക ഉണ്ടാവില്ല കേട്ടോ, ഒരല് മതിയോ? ഞാൻ വരട്ടെ. എങ്ങോട്ട്? അല്ല ഞാൻ പോട്ടെ. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പൊന്നു മോനെ.